നെയ്മർ ബ്രസീലിന്റെ മികച്ച താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കളിമികവിന് വിശേഷണങ്ങൾ ആവശ്യമില്ല. എന്നാൽ സമീപകാലത്ത് താരത്തിനുണ്ടായ പരിക്കുകൾ സങ്കീർണമായിരുന്നു. അതിൽ നിന്ന് മോചിതനായി ഇപ്പോൾ ക്ലബ്ബ് ഫുട്ബോളിൽ കളിക്കുന്നുണ്ട്. ഫിറ്റ്നസ് ലെവലിലും മെച്ചപ്പെട്ടു വരുന്നു. ഈ സാഹചര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയും. അത് 100% പ്രൊഫഷണൽ ആയിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകളാണിത്. ലോകകപ്പിന് നെയ്മർ ഉണ്ടാകില്ലേ എന്ന നിരന്തര ചോദ്യങ്ങൾക്കു പിന്നാലെയാണ് ബ്രസീൽ പരിശീലകൻ പ്രസ്താവന നടത്തിയത്. 5 ദിവസം പിന്നിട്ടില്ല. ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന സന്തോഷ വാർത്തയെത്തി. അതെ, ആഞ്ചലോട്ടി അത് പ്രഖ്യാപിച്ചു. കാനറികളുടെ സുൽത്താൻ ലോകകപ്പിന് അമേരിക്കയിലേക്ക് പറക്കുമെന്ന്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഫുട്ബോൾ ലോകകപ്പിന്റെ വിസിലുയരുമ്പോൾ ബ്രസീൽ സംഘത്തിൽ നെയ്മർ ഉണ്ടാകുമെന്ന് തീർച്ച. ലോകമാകെയുള്ള ബ്രസീൽ ഫുട്ബോൾ പ്രേമികളെ ഏറെ ആശങ്കയിലാഴ്ത്തിയിരുന്നത് നെയ്മർ ഉണ്ടാകില്ലേ എന്ന ഒരൊറ്റ ചോദ്യമാണ്. എന്നാൽ ജൂൺ 11 ആരംഭിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള 26-അംഗ ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 34-കാരനായ നെയ്മർ ഉൾപ്പെട്ടു. ഇതോടെ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിടാനും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന് സാധിച്ചു. നെയ്മറിന്റെ ഫിറ്റ്നസിനെ ചൊല്ലി നിരീക്ഷകർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും താരത്തിന്റെ അനുഭവ സമ്പത്തിലും കളിമിടുക്കിലും കോച്ച് കാർലോ ആഞ്ചലോട്ടി വിശ്വാസമർപ്പിക്കുകയായിരുന്നു. ഇതാണ് താരത്തിന് തുണയായത്. 2025 മെയിൽ ടീമിന്റെ ചുമതലയേറ്റെടുത്ത ശേഷം ഇതാദ്യമായാണ് ഇറ്റാലിയൻ കോച്ച് നെയ്മറെ ടീമിലേക്ക് വിളിക്കുന്നത്. 79 ഗോളുകളുമായി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് നെയ്മർ. 2023 ഒക്ടോബറിലുണ്ടായ പരിക്കിനു ശേഷം പൂർണ്ണ കായികക്ഷമത തിരിച്ചുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു നെയ്മർ. PSG-യിലായിരുന്ന താരം 2023 സൗദി ക്ലബ്ബ് അൽ ഹിലാലിലേക്ക് ചുവടുമാറുകയും പിന്നീട് കഴിഞ്ഞ വർഷം ബ്രസീലിലെ സാന്റോസ് ക്ലബ്ബിലേക്ക് തിരികെ പോകുകയും ചെയ്തു. പരിക്ക് വില്ലനായതോടെ ഒട്ടേറെ മത്സരങ്ങളാണ് താരത്തിന് നഷ്ടമായത്. 2014, 2018, 2022 ലോകകപ്പുകളിൽ കളിച്ച നെയ്മർ ആദ്യ ലോകകപ്പിൽ 4 ഗോൾ അടിച്ചിരുന്നു. റഷ്യൻ ലോകകപ്പിലും ഖത്തർ ലോകകപ്പിലും 2 വീതം ഗോളും അടിച്ചു. ലോകകപ്പിൽ ഇതുവരെ 13 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളാണ് നെയ്മർ സ്കോർ ചെയ്തത്. 2026 അമേരിക്കൻ ലോകകപ്പിലും വലിയ പ്രതീക്ഷയോടെയാണ് ബ്രസീൽ എത്തുന്നത്. നെയ്മറിന്റെ മികവ് ടീമിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തെങ്കിലും താരം പൂർണ്ണമായി കായികക്ഷമത വീണ്ടെടുത്തോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. വിനീഷ്യസ് ജൂനിയർ, റഫീന്യ, അലിസൺ ബെക്കർ, എഡേഴ്സൺ, മാർക്കിന്യൂസ്, കാസമീറോ, ഡാനിലോ, ഫാബിന്യോ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച ടീമിലുണ്ട്. യുവതാരങ്ങളായ എൻട്രിക്ക്, റയാൻ എന്നിവർ തങ്ങളുടെ കരിയറിലെ ആദ്യ ലോകകപ്പ് പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം ജാവോ പെഡ്രോ, ആന്ദ്രേ സാന്റോസ്, തിയാഗോ സിൽവ എന്നിവർക്ക് ടീമിൽ ഇടമില്ല. പരിക്കേറ്റ റോഡ്രിഗോ, എസ്താവോ എന്നിവരും ടീമിലില്ല. ഇത് വലിയ തിരിച്ചടിയാണ് ബ്രസീലിന്. സന്തുലിതമായ ടീമിനെയാണ് ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന വാദം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ടെങ്കിലും അതിനപ്പുറം ഒരു പിടി മികച്ച താരങ്ങൾ പുറത്തിരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ഫുട്ബോൾ ലോകത്തുണ്ട്. 2022 ഫുട്ബോൾ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് പൊരുതി വീണ ടീമിന് ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമില്ല. അതിന് തയ്യാറെടുത്താണ് കാർലോ ആഞ്ചലോട്ടിയും സംഘവും അമേരിക്കയിലേക്ക് വിമാനം കയറുക എന്നുറപ്പ്.